ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്ന് ലേസി ഡേസി ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഒരു ഓവൽ ഷേപ്പിൽ വരച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ വരയ്ക്കുക. അതിനുശേഷം നടുക്ക് നിന്ന് നമ്മൾക്ക് കുത്തി മുകളിലേക്ക് സൂചി എടുക്കാം. സാധാരണ നൂലാണ് എടുത്തിരിക്കുന്നത്, 6 ഇഴ ഇട്ട് ആണ് എടുത്തിരിക്കുന്നത്. ശേഷം നടുക്ക് നിന്ന് കുത്തി മുകളിലേക്ക് എടുക്കുക. ശേഷം അതേ പോയിന്റിൽ താഴേക്ക് കുത്തി ഇറക്കുക. ശേഷം പുറത്തുള്ള ആ ലൈനിൽ കൂടി മുകളിലേക്ക് കുത്തിയെടുക്കുക. ഇതുപോലെ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണിത്. വീണ്ടും അതുപോലെ തന്നെ ഉള്ളിൽ നിന്ന് കുത്തി എടുക്കുക. അതിനുശേഷം അതേ പോയിന്റിൽ കുത്തി താഴേക്ക് ഇറക്കുക. ശേഷം ഔട്ട് സൈഡിലുള്ള ലൈനിൽ കൂടി പുറത്തേക്ക് കുത്തിയെടുക്കുക. വളരെ എളുപ്പമാണ് ഇത് ചെയ്യാൻ. വീണ്ടും ഉള്ളിൽ നിന്ന് കുത്തിയെടുക്കുക. അതിനുശേഷം അതേ ലൈനിൽ താഴേക്ക് കുത്തി താഴ്ത്തുക. ഔട്ട് സൈഡിലുള്ള ലൈനിൽ കൂടി പുറത്തേക്ക് എടുക്കുക. ഉള്ളിലുള്ള ലൈനിൽ നിന്ന് കുത്തി മുകളിലേക്ക് എടുക്കുക. അതേ ലൈനിൽ താഴേക്ക് കുത്തി താഴ്ത്തുക. അതിന് ശേഷം ഔട്ട് സൈഡിലുള്ള ലൈനിൽ കൂടി കുത്തി മുകളിലേക്ക് എടുക്കുക. ഒരു റിങ് പോലെ അതിൻ്റെ ഉള്ളിൽ കൂടി നൂല് വലിച്ചെടുക്കുക. ഒരുപാട് ടൈറ്റായിട്ട് വലിക്കരുത്, അന്നേരം പൂവിൻ്റെ പെറ്റലിൻ്റെ ഷേപ്പ് മാറിപ്പോകും. ഉള്ളിൽ നിന്ന് കുത്തിയെടുക്കുക. അതേ പോയിന്റിൽ കുത്തി താഴേക്ക് ഇറക്കുക. പുറത്തെ ലൈനിൽ കൂടി മുകളിലേക്ക് കുത്തി വീണ്ടും എടുക്കുക. നൂല് സൂചിയുടെ പുറകിൽ കൂടി ഇടുക. അതിനുശേഷം സൂചി വലിച്ചെടുക്കുക. നമ്മളുടെ കുർത്തിയുടെ ചുരിദാറിൻ്റെയൊക്കെ ചെസ്റ്റ് പാർട്ടിൽ വളരെ എളുപ്പം നിറയും ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണിത്, ലേസി ഡേസി. നമുക്ക് വളരെ എളുപ്പം ഫില്ല് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. കാണാൻ വളരെ മനോഹരമാണ്. എല്ലാവരും ഇത് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. സ്വന്തം ഡ്രസ്സുകളിൽ, പ്ലെയിൻ കുർത്തികളിലൊക്കെ ചെയ്ത് പഠിക്കുക. ഈ പൂവിൻ്റെ ഉൾഭാഗം നമുക്ക് ഫ്രഞ്ച് നോട്ട് ഇട്ട് ഫില്ല് ചെയ്യാം. നമുക്ക് കയ്യിൽ മുത്തുകൾ ഉണ്ടെങ്കിൽ ഇവിടെ മുത്തുകൾ വെച്ച് കൊടുക്കാം. ഇതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡ് ഇതുപോലെ തന്നെ ഫ്ലവറിൻ്റെ പെറ്റൽസ് തുന്നി കൊടുക്കാം. നമുക്കിതിൻ്റെ ലീഫ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഇതുപോലെയാണ് കൊടുക്കുന്നത്. എല്ലാവരും ഇതുപോലെ തുന്നി പഠിക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. താങ്ക് യു.